Dear students, Algorithmic Thinking with Python Module 3 നമുക്ക് ഇന്ന് സെറ്റ് ആൻഡ് ഡിക്ഷണറി ഡിസ്കസ് ചെയ്യാം. So a set is a collection of items just as tuple or list, but unlike the other two, a set is unordered. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലിസ്റ്റും ടപ്പിളൊക്കെ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആണ്. ഓർഡർ ആയിട്ടായിരിക്കില്ല നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാവുന്നത്. ദ ഐറ്റം ഇൻ എ സെറ്റ് ഡു നോട്ട് ഹാവ് എ ഡിഫൈൻഡ് ഓർഡർ. ഇനി നമുക്ക് എങ്ങനെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിനെ ആക്സസ് ചെയ്യാം നോക്കാം. എ സെറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എൻക്ലോസിങ് ദ ഐറ്റം ഇൻ എ പെയർ ഓഫ് ബ്രേസസ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കേളി ബ്രേസസിനകത്തായിരിക്കും നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കേളി ബ്രാക്കറ്റിനകത്ത് കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്ന 4 ഡയറക്ഷൻ്റെയും പാരാമീറ്റേഴ്സ് എഴുതിയിട്ടുള്ള ഒരു ലിസ്റ്റ്, ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഓർഡർ ആയിട്ടല്ല നമുക്ക് ഇതിൻ്റെ പ്രിന്റ് കിട്ടിയിരിക്കുന്നത്. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയത് ഈസ്റ്റ്, നോർത്ത്, സൗത്ത് എന്നാണ്. എന്തുകൊണ്ടാണ്? ഇത് ഓർഡേർഡ് അല്ല, നമുക്ക് ഓർഡർ മാറി വരാം. അതുപോലെ തന്നെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം. സെറ്റ് ഓഫ് 1 2 3 4. ഇത് ഒരു ലിസ്റ്റാണ്. ലിസ്റ്റിനെ എന്താക്കി മാറ്റി? സെറ്റാക്കി മാറ്റി. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് ടൈപ്പ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് ആണെന്ന് കിട്ടും. ഇനി ഒരു വവൽ എന്ന് പറയുന്ന ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. സെറ്റ് ഓഫ് ഏതാണ്? ഒരു ടപ്പിളിനെയാണ് ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? നോർമൽ പാരന്തസിസിനകത്ത് കോമ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതൊരു എന്തായിരുന്നു? ടപ്പിളായിരുന്നു. അതിനെ സെറ്റാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ പ്രിന്റ് വവൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കിട്ടും? നമുക്ക് ഒരു സെറ്റായിട്ട് തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. കേളി ബ്രാക്കറ്റിനകത്ത് സെറ്റായിട്ട് കിട്ടി. നമുക്കിത് പറഞ്ഞു ഇത് അൺഓർഡേർഡ് ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷൻ വെച്ചിട്ട് ഇതിനെ കോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലിസ്റ്റിന്റെ കേസിൽ ലിസ്റ്റ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വവൽസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ വവൽസ് ഓഫ് 2 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? അതിനെ ആക്സസ് ചെയ്യാമായിരുന്നു. ഇവിടെ സെറ്റിന്റെ കേസിൽ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. പ്രിന്റ് വവൽസ് ഓഫ്, അല്ലെങ്കിൽ ഇതൊരു സെറ്റാണ്, വവൽ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? എറർ ആയിരിക്കും കിട്ടുക. എന്താണ് എറർ കിട്ടുന്നത്? സെറ്റ് ഒബ്ജക്റ്റ് ഈസ് നോട്ട് സബ്സ്ക്രിപ്റ്റബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ ഇതുപോലെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ സെറ്റിലുള്ള ഓരോ ക്യാരക്ടറും നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രാവേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഫോർ ക്യാർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഐ ഇൻ വവൽസ് പ്രിന്റ് ഐ അല്ലെങ്കിൽ ക്യാർ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരുന്ന വവൽസ് എന്തായിരുന്നു? എ ഇ ഐ ഒ യു ആയിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ഓരോന്നും പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഓർഡർ മാറിയിട്ടാണ് നമുക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സെറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് അൺഓർഡേർഡ് ആണെന്ന് പറയുന്നത്. സെറ്റ് ഡു നോട്ട് അലോ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ്. നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് നമ്മുടെ സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യപ്പെടും. ഡ്യൂപ്ലിക്കേറ്റ്സ് ആർ ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ്. ഇപ്പോൾ ഫിബൊനാച്ചി എന്ന് പറയുന്ന നമുക്ക് സീരീസ് നമുക്കറിയാം. 0 1 1 2 3 5 അതാണ് നമ്മുടെ ഫിബൊനാച്ചി സീരീസ്. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഇത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് എന്ത് ചെയ്യും? സെറ്റ് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യപ്പെടും. എന്നാൽ സെറ്റിന് പകരം നമ്മളൊരു ലിസ്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ലിസ്റ്റിൽ എന്താണോ വാല്യൂ കൊടുത്തത് അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് പ്രിന്റ് കിട്ടുന്നത്. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെറ്റിലേക്ക് ഒരു എലമെന്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോട്ട് ആഡ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാം. ടു ആഡ് എ സിംഗിൾ എലമെന്റ് ടു എ സെറ്റ് യൂസ് ആഡ് മെത്തേഡ്. സോ ഇപ്പോൾ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 4 8 10 ആണ്. അതിലേക്ക് 6 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ആഡ് ചെയ്യുന്നു ഡോട്ട് ആഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് 6 ആഡ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ
പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 5, 11 എന്ന് പറയുന്ന ഒരു സെറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡോട്ട് അപ്ഡേറ്റ് ഓഫ് ആ ഒരു ഒന്നിൽ കൂടുതലുള്ള എലമെൻസിനെ ഒരു സെറ്റായിട്ട് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇത് ആഡ് ചെയ്ത സമയത്ത് 5ഉം 11ഉം ഇതിനകത്തേക്ക് വന്നു. അൺഓർഡേർഡ് ആയതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ വരണം എന്ന് അത് അൺഓർഡേർഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരേ പൊസിഷൻ ആയിരിക്കില്ല അത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ പ്രൈം എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. 3, 5, 7, 11 ആണ്. ഇതിൽ നിന്ന് 5 റിമൂവ് ചെയ്യാണ്. 5 റിമൂവ് ചെയ്ത് 3, 11, 7 കിട്ടും. അൺഓർഡേർഡ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓർഡർ അല്ലാതെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇല്ലാത്തൊരു വാല്യൂ, ഇതിനകത്തൊരു 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല അല്ലേ. അപ്പോൾ ഈ 10 റിമൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇതിനകത്തില്ലാത്തൊരു വാല്യൂ ആണ് നമ്മളോട് റിമൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, അങ്ങനെ ഒരു എലമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, എറർ ആയിട്ട് വന്നു. ഇനി ഇതിന് പകരം നമുക്ക് ഒരു ഡിസ്കാർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്കാർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഡിസ്കാർഡ് 5 കൊടുത്ത് നോക്കാം. പ്രിന്റ് പ്രൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ എന്ത് കിട്ടും, നമ്മുടെ 5 റിമൂവ് ചെയ്തിട്ടുള്ള സെറ്റ് കിട്ടി. ഇനി ഇല്ലാത്തൊരു വാല്യൂ, ഇപ്പം 10 നമ്മുടെ സെറ്റിലില്ല, അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാനാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഡിസ്കാർഡ് ചെയ്യില്ല. 10 ഇതിനകത്തില്ല, അപ്പോൾ അത് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസ്കാർഡ് ചെയ്യാത്ത വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. എന്ത് കിട്ടില്ല, പക്ഷെ നമുക്കൊരു എറർ അവിടെ വരില്ല എന്ന് മാത്രം. ഡിസ്കാർഡ് ചെയ്യാൻ പറ്റില്ല, 10 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഇല്ല. അപ്പോൾ പക്ഷെ എറർ അല്ലാതെ നമുക്കൊന്നും എന്താണോ ഓൾറെഡി ഉള്ള വാല്യൂ അത് പ്രിന്റ് ചെയ്ത് കിട്ടും. അടുത്ത നമുക്ക് ഡിക്ഷണറി എന്താന്ന് നോക്കാം. എ ഡിക്ഷണറി അസോസിയേറ്റ് എ സെറ്റ് ഓഫ് കീ വിത്ത് ഡാറ്റ വാല്യൂ. ഒരു ഡിക്ഷണറിയിൽ ഒരു കീയും ഉണ്ടാകും, അതിന് ഒരു വാല്യൂം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിന് ഒരു കീ വാല്യൂ പെയർ ആണെന്നാണ് പറയുന്നത്. ഓരോ കീയും വാല്യൂ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കോളൻ വെച്ചിട്ടാണ്. ഓരോ കീ വാല്യൂ പെയറും അടുത്ത കീ വാല്യൂ പെയറുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണ്. സെറ്റ് ചെയ്ത പോലെ തന്നെ കേർലി ബ്രാക്കറ്റിനകത്ത് തന്നെയാണ് ഡിക്ഷണറി എഴുതുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് ഒറ്റ ടേം അല്ല, 2 ടേം ഉണ്ടാവും, കീയും ഉണ്ടാവും, അതിനൊരു വാല്യൂം ഉണ്ടാവും. അങ്ങനെ ഒരു കീ വാല്യൂ പെയർ സെപ്പറേറ്റ്, ഒന്നിൽ കൂടുതൽ കീ വാല്യൂ പെയറുകൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്, അത് കോമ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും എഴുതുന്നത്. ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ കീൻ്റെ കേസിൽ കീസ് ആയിട്ട് എടുത്തിരിക്കുന്ന നെയിം, ഏജ്, ക്ലാസ്, അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്, റാം 18, S1 എടുത്തു. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് ഡിക്ഷണറി കിട്ടുന്നു. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഈ ഒരു സെയിം ഡിക്ഷണറിയിലെ ഒന്ന് പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് ഇതിനെ ഓരോന്നിനും ആക്സസ് ചെയ്യണമെങ്കിൽ, റാം എന്ന് പറയുന്ന ഒരു പേര് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻറ് ഓഫ് നെയിമിൻ്റെ വാല്യൂ ആണ് റാം. അപ്പോൾ എന്ത് കിട്ടും, റാം എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ പ്രിന്റ് സ്റ്റുഡൻറ് ഓഫ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റാം കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഓരോന്നും ആക്സസ് ചെയ്യുന്നത്. റാമിന് പകരം നമ്മൾ ഏജ് ആണ് നെയിമിന് പകരം നമ്മൾ ഏജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനകത്തുള്ള ഏജ് വാല്യൂ 18 നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കേസുകളിൽ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. പ്രിന്റ് എന്ന് പറഞ്ഞ കോഡ്സിനകത്ത് കൊടുത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോഡ്സിനകത്ത് എന്ത് കൊടുക്കുന്നു അത് അതുപോലെ പ്രിന്റ് ചെയ്യും. അത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ്. സ്റ്റുഡൻറ് നെയിം, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നെയിമിൻ്റെ വാല്യൂ റാം എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. ഏജ്ഡ് സ്റ്റുഡൻറ്റ് ഏജ് എത്രയാണ്, 18. ആൻഡ് ഐ എം സ്റ്റഡിയിങ് ഇൻ, അത് നമ്മൾ കോഡ്സിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ആസ് സച്ച് പ്രിന്റ് ചെയ്ത് വരും. ഇൻ സ്റ്റുഡൻറ് ക്ലാസ് എന്താണ്, S1. ഇതാണ് ഒരു ഡിക്ഷണറിയുടെ ഒരു ആപ്ലിക്കേഷൻ. ഇനി ഇതിന് ഓരോന്നായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാവേഴ്സിങ് മെത്തേഡ് ചെയ്യണമെങ്കിൽ ഫോർ
ഐ അല്ലെങ്കിൽ കീ ഏതെങ്കിലും ഒരു വേരിയബിൾ ഇൻ സ്റ്റുഡൻറ് സ്റ്റുഡ് എന്ത് ചെയ്യണം, പ്രിന്റ് കീ, ഓരോ കീയും പ്രിന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റുഡ് ഓഫ് കീ എന്ന് കൊടുക്കണം. സ്റ്റുഡ് ഓഫ് കീ കൊടുത്തു കഴിഞ്ഞാലാണ് കറസ്പോണ്ടിങ് വാല്യൂസ് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഒരു ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, യൂസർ ഡിഫൈൻഡ് ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. കേർലി ബ്രാക്കറ്റിൽ നള്ളായിട്ടുള്ളൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. നമുക്കറിയാം കീസും വാല്യൂസും ആണ് വേണ്ടത്. അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. അപ്പോൾ എത്ര ഇൻപുട്ട് വേണം, ഈ കീ വാല്യൂ പെയർ എത്ര എണ്ണം വേണം നമ്മൾ കൊടുക്കുകയാണ്. അത് n എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം കീസ് കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് n കീയിലേക്ക് നമുക്ക് നമ്മുടെ കൊടുക്കുന്ന ഇൻപുട്ടുകൾ അപ്പൻഡ് ചെയ്യും. കീ ഒരു ബ്ലാങ്ക് ആയിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു, അതിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് വേണം. ആ വാല്യൂസും ഫോർ ഐ ഇൻ റേഞ്ച് n വാല്യൂസ് ഡോട്ട് അപ്പൻഡ് ഇൻ ദി ഇൻപുട്ട്, ഈ വാല്യൂസിലേക്ക് നമുക്ക് ലിസ്റ്റ് ആയിട്ടൊരു ബ്ലാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, അതിലേക്ക് നമ്മൾ കൊടുക്കപ്പെടും. അതിനുശേഷം ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കീസ് ഓഫ് ഐയുടെ കൂടെ കോളൻ ഇട്ടിട്ട് വാല്യൂസ് ഓഫ് ഐ വേണം. കീസ് ഓഫ് കീയുടെ ഓരോ വാല്യൂവിനും കീയുടെ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് വാല്യൂസ് പ്രിന്റ് ചെയ്ത് വരും. ഫോർ ഐ ഇൻ റേഞ്ച് n. ഇനി അങ്ങനെയാണ് നമ്മൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ പ്രിന്റ് ഡിക്ഷണറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, പ്രിന്റ് ഡിക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എത്ര എൻട്രി വേണമെന്ന് പറഞ്ഞു, 2 ആണെന്ന് പറയാണ്. എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇൻപുട്ട് കീസുകൾ എന്തൊക്കെയാണ്, ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് കീസ് 4 എന്ന് കൊടുക്കാം, അതുപോലെ തന്നെ 5 എന്നും കൊടുക്കാം. ഇൻപുട്ട് കീ ആയിട്ട് കൊടുത്തു. ഇനി ആ 4ന്റെ വാല്യൂ 8 എന്ന് കൊടുക്കാം. അടുത്ത 5ന്റെ വാല്യൂ 10 ആണെന്നും കൊടുത്തു. റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. 4 അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 8, 5 അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 10. ഇതുപോലെ തന്നെ നമുക്കൊരു വേറൊരു പ്രോഗ്രാമായിട്ട് ചോദിക്കാം. ടു ഇനീഷ്യലൈസ് എ ഡിക്ഷണറി ആൻഡ് ദെൻ പ്രിന്റ് ഇറ്റ്സ് കണ്ടന്റ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് കീ. കീസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. അപ്പോൾ കോളേജ്, അപ്പോൾ നെയിം, ക്ലാസ്, ഏജ്, കോളേജ്, ഇങ്ങനെയുള്ള ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഡിക്ഷണറിയിലെ കീനെ ഒരു ലിസ്റ്റ് ആയിട്ട് മാറ്റുകയാണ്. ലിസ്റ്റ് ഓഫ് ഡിക്റ്റ് ഓഫ് കീസ്, ഡിക്റ്റ് ഡോട്ട് കീസ്. അപ്പോൾ അതിനെന്താക്കി മാറ്റി, ലിസ്റ്റാക്കി. അത് കീസിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ എന്ത് ചെയ്തു, സോർട്ട് ചെയ്തു. ഡോട്ട് സോർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അസെൻഡിങ് ഓർഡറിൽ നമുക്കതിനെ സോർട്ട് ചെയ്ത് കിട്ടി. അതിനുശേഷം ആ ഓരോ കീസിലപ്പം അസെൻഡിങ് ഓർഡറിലാണ് കിടക്കുന്നത്. അതിലുള്ള ഓരോ എലമെൻറ്റും ഫോർ കീ ഇൻ കീസ്, നമുക്കറിയാം ലിസ്റ്റിന് ട്രാവേഴ്സ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ ഐ ഇൻ ഏതാണോ നമ്മുടെ ലിസ്റ്റ് അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഓരോ കീയും കറസ്പോണ്ടിങ് ഡിക്റ്റ് ഓഫ് കീ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, ഈ കീയുടെ കറസ്പോണ്ടിങ് വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നോക്കണം. താങ്ക് യു.